നമ്മുടെ മോളുടെ, അല്ലാതെ ആരുടെയാ? അത് പറയുമ്പോൾ അവരുടെ ശബ്ദമൊന്ന് ഇടറി. അവളെ കാണുമ്പോഴെല്ലാം എൻ്റെ കുട്ടി ഓർക്കുക ആ ദുഷ്ടനെയാകും. അവൻ ചെയ്ത ചതിയാവും. അവളെ കാണുമ്പോൾ എൻ്റെ മനസ്സ് നീറുമെന്ന് ആരാ അമ്മയോട് പറഞ്ഞത്? രാധിക പറയുന്നതെല്ലാം കേട്ടിട്ട് മറുപടി പറയാൻ ഹരിദാസ് തുടങ്ങിയെങ്കിലും അതിനു മുൻപായി അവിടേക്ക് വന്ന ദേവി രാധികയോട് ചോദിച്ചു. പെട്ടെന്ന് ദേവി അങ്ങനെ ചോദിച്ചപ്പോൾ രാധിക അവളെ ഒന്ന് പകച്ചു നോക്കി. ആരെങ്കിലും പറയുന്നത് എന്തിനാ മോളെ? എൻ്റെ മോളുടെ മനസ്സ് വേദനിക്കുന്നത് എപ്പോഴൊക്കെയാണെന്ന് എനിക്കറിഞ്ഞൂടെ? ഞാൻ നിൻ്റെ അമ്മയല്ലേ. എന്നാലേ അവളെ കാണുമ്പോൾ എൻ്റെ മനസ്സിന് ഒരു വേദനയുമില്ല. അതുകൊണ്ട് എൻ്റെ അമ്മക്കുട്ടി ആവശ്യമില്ലാത്തതൊന്നും വിചാരിച്ചു കൂട്ടണ്ട. രാധികയുടെ ഇരുതോളിലുമായി കൈകൾ വെച്ചുകൊണ്ട് കുറുമ്പോടുകൂടി ദേവി അത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. ആ പെണ്ണിനെ കണ്ടാൽ തുടങ്ങും ഓരോന്ന് പറഞ്ഞ്. പാവം, ആ കൊച്ചിന് എപ്പോഴും സങ്കടാ ഇവിടെ വരുമ്പോൾ. അയ്യോ, അത്ര വിഷമിച്ച് കൊച്ചെന്തിനാ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത്? വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ? അങ്ങനെ പറയാതമ്മേ. അവൾക്ക് ഈ വീട്ടിൽ വരാനുള്ള അവകാശമുണ്ട്. ആ അവകാശവും അധികാരവും അവൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമുക്കാർക്കും അവളെ തടയാൻ പറ്റില്ല. പക്ഷേ അവളൊരു പാവ. അവൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ അധികാരവും അവകാശവും കൊണ്ട് അവൾ ഇങ്ങോട്ട് കയറി വരട്ടെ. കുടുംബത്തോടെ ചതിച്ചതും പോരാ, ഇനിയും അവകാശവും അധികാരവും കൊടുക്കണോ ഞാൻ അവൾക്ക്? രാധികയുടെ ഒരിക്കലും കാണാത്തൊരു ഭാവമാണ് ഹരിദാസും ദേവിയും അപ്പോൾ അവിടെ കണ്ടത്. അമ്മ പിന്നെയും ഇതുതന്നെയാണോ പറയുന്നത്? ദർശേട്ടൻ അവളോട് ചെയ്ത അത്രയൊന്നും വരില്ല അമ്മേ, അവളുടെ ഏട്ടൻ എന്നോട് ചെയ്തത്. അമ്മ ഇനി എന്തൊക്കെ ന്യായം പറഞ്ഞാലും അതാണ് സത്യം. ദേവി പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ രാധിക കയറിപ്പോയി. എന്താ അച്ഛാ ഇത്? എന്ന് തീരും ഇനി ഇതെല്ലാം? ഇപ്പം അവളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയൊക്കെ വന്നാലും അമ്മയല്ലേ അവള്. മക്കൾക്ക് വേണ്ടി ഏതൊരമ്മയും സ്വാർത്ഥയാകും. കുറച്ചുകൂടി സമയം കൊടുക്ക്, എല്ലാം ശരിയാവും മോളെ. അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മെല്ലെ തലയാട്ടി. അല്ല, ആമിമോള് അടുക്കളയിലോട്ട് പോയിട്ടുണ്ടല്ലോ. ഇനി അവിടെ മാലതിയുമായിട്ട് വഴക്കാവോ? അവിടെ കല്ലുണ്ടല്ലോ അച്ഛ, അവൾ ഇടപെട്ടോളും. അയാളൊന്ന് നിശ്വസിച്ചുകൊണ്ട് പത്രവും എടുത്ത് വരാന്തയിലെ കസേരയിലിരുന്നു. ദേ കൊച്ചേ, ഇതെന്തധികാരത്തിലാ ഈ ഫ്ലാസ്കിന്ന് ചായ എടുത്ത് ഒഴിക്കുന്നത്? ദേഷ്യത്തോടെ മാലതി ചോദിച്ചു. കുടിക്കാൻ വേണ്ടിയല്ലേ ഫ്ലാസ്കിൽ ചായ ഒഴിച്ച് വെച്ചിരിക്കുന്നത്, അല്ലാതെ കമിഴ്ത്തിക്കളയാനൊന്നും വേണ്ടിയിട്ടല്ലല്ലോ. അവൾ മാലതിയെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. കുടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അത് ഈ വീട്ടിലുള്ളവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാ, അല്ലാതെ വരുന്നവർക്കും പോകുന്നവർക്കും അല്ല. ഓ, ഞാനും ഈ വീട്ടിലെ തന്നെയാ. ആർക്കും ഇഷ്ടമില്ലെന്ന് അറിഞ്ഞിട്ട് കൂടി വലിഞ്ഞു കയറി വരുന്നതും പോരാ, പറയുന്നത് കേട്ടില്ലേ അധികാരത്തോടെ? മാലതി പതുക്കെ പിറുപിറുത്തു. എനിക്കറിയാം, എന്നെ ചീത്ത വിളിക്കുകയല്ലേ? അതെ, ഉറക്കെ വിളിക്കാനും എനിക്കൊരു പേടിയുമില്ല. അത് പിന്നെ എനിക്കറിയാവുന്ന കാര്യമല്ലേ മാലു ആൻറ്റി. മാലു ആൻറ്റി പുലിയാണെന്ന്. ഞാൻ പുലിയോ പൂച്ചയോ ആയിക്കോട്ടെ, കൊച്ചിപ്പോൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നോക്ക്. എന്താ അമ്മേ, എന്തിനാ ഇപ്പോൾ ആമി ചേച്ചിയോട് ഇങ്ങനെ ഒച്ചയെടുക്കുന്നത്? അവിടേക്ക് കയറി വന്ന് കല്ല് ചോദിച്ചു. അലക്കാനുള്ള തുണികൾ മെഷീനിൽ ഇടുകയായിരുന്നു അവൾ. മാലതി ആരോടോ ഒച്ചയെടുക്കുന്നത് കേട്ട് വേഗം സ്വിച്ച് ഓൺ ചെയ്ത് വന്നതാണ് അവൾ. ഒന്നുമില്ല കല്ലുമോളെ, നിന്റെ അമ്മ പറയാ ഈ ചായ ഒന്ന് ദർശേട്ടനെ കൊണ്ടു കൊടുക്കാൻ. മാലു ആൻറ്റി പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക്. അയ്യോ ദൈവമേ, ഇങ്ങനെയും കള്ളം പറയുമോ മനുഷ്യര്? ഞാൻ എപ്പോഴാ കൊച്ചി നിന്നോട് ചായ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞത്? ആമിയുടെ നിഷ്കളങ്കതയോടുള്ള പറച്ചിലും മാലതിയുടെ വെപ്രാളവും ഒക്കെ കണ്ട് കല്ലുവിന് ചിരി വന്നു. എന്തായാലും ചേച്ചി കൊണ്ടു കൊടുത്തോട്ടെ അമ്മേ, ചേച്ചി പറഞ്ഞതല്ലേ. നീ ആർക്കും വക്കാലത്ത് പിടിക്കണ്ട. ഇന്ന് ഞായറാഴ്ചയാ, ദർശൻ മോൻ എഴുന്നേൽക്കുന്ന സമയം ആവുന്നതേയുള്ളൂ. മാത്രമല്ല, എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുഞ്ഞിങ്ങോട്ട് വന്ന് ചായ കുടിച്ചോളും, അതാ പതിവ്. ഇന്നൊരു ദിവസത്തേക്ക് ആ പതിവൊന്ന് മാറ്റി പിടിക്കാന്നേ. ഇഷ്ടപ്പെട്ടാൽ എന്നും ഇതുപോലെ വന്നങ്ങ് ചായ കൊടുക്കാലോ എനിക്ക്. ഓ ചെല്ല്, എന്നിട്ട് കിട്ടുന്നതും ചൂടോടെ മേടിച്ചു കൊണ്ട് പോരെ, ഉറക്കം കളഞ്ഞതിന്. ഓ, ഉത്തരവ് പോലെ. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ആമി ചായവുമായി അവിടുന്ന് പോയി. ദേ പെണ്ണെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആ കൊച്ചു വരുമ്പോൾ അവളുടെ പക്ഷം ചേർന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അതിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ നോക്കുമ്പോഴാ അവൾ പക്ഷം ചേരാൻ വന്നിരിക്കുന്നു. പുറത്തെ വഴക്കും കഴിഞ്ഞ് അപ്പോഴാണ് രാധിക അടുക്കളയിലേക്ക് വന്നത്. നീ എന്തിനാ മാലു അവളെ ചീത്ത പറയുന്നത്? അല്ല, ആ പെണ്ണെന്തേ? ആമി,
ഇങ്ങോട്ടേക്ക് വരുന്നെന്നും പറഞ്ഞാണല്ലോ അവൾ പോന്നത്. ആ, അതിന് തന്നെയാ ഞാൻ ഇവളെ വഴക്ക് പറഞ്ഞത്. ആ പെണ്ണ് ദർശൻ മോന് ചായ കൊണ്ടു കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവള് പറയാ കൊണ്ടു കൊടുക്കട്ടേന്ന്. രാധിക കല്ലുവിനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി. എന്നോട് ദാസമ്മാമ പറഞ്ഞിരിക്കുന്നത് ദേവിയേച്ചിയെ കാണും പോലെ തന്നെ ആമിയേച്ചിയെയും കാണണമെന്നാ. മാത്രമല്ല, അന്നത്തെ ആ പ്രശ്നത്തിലെ ആമിച്ചേച്ചിക്കും അമ്മയ്ക്കും ഒരു പങ്കുമില്ല. ഓ, ഇനി നീയും കൂടെ എന്നെ ഉപദേശിക്കാൻ ബാക്കിയുള്ളൂ, രാധിക ദേഷ്യത്തോടെ പറഞ്ഞു. അല്ലെങ്കിലും നീ ആരാ ഇതൊക്കെ പറയാൻ വേണ്ടി? കൊച്ചുവായിൽ വലിയ വർത്താനമൊന്നും വേണ്ട, മാലതി ദേഷ്യത്തോടെ പറഞ്ഞു. ഇത് തന്നെയാ പ്രശ്നം. ആ പെണ്ണ് വന്നു കയറിയാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാകില്ല കുടുംബത്തിൽ. നീ വെറുതെ അവളെ ചീത്ത പറയാൻ നിൽക്കണ്ട. അവർ വരുന്നതിന് മുൻപ് നമുക്ക് പണിയൊക്കെ തീർത്ത് വെക്കാം. ആ പെണ്ണ് എന്താണെന്ന് വെച്ചാൽ കാട്ടിക്കോട്ടെ. ആ ചേച്ചി വാ, നമുക്ക് പണികൾ തുടങ്ങാം. രാധികയും മാലതിയും വിരുന്നുകാർക്കായി വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലേക്ക് കടന്നപ്പോൾ കല്യാണി അവിടെ നിന്നും പോയി TV കാണാനിരുന്നു. ദർശനുള്ള ചായയുമായി പോയ അഭിരാമി അവൻ്റെ മുറിവാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ട് 2 നിമിഷം നോക്കി നിന്നു. പിന്നെ വാതിൽ പതുക്കിയെന്ന് തള്ളി നോക്കി. അത് പൂട്ടിയിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾ മെല്ലെ തുറന്നു. അവൾ വന്നതൊന്നും അറിയാതെ ദർശൻ നല്ല ഉറക്കത്തിലായിരുന്നു അന്നേരവും. അവൻ ഉണരാതിരിക്കാൻ വളരെ പതുക്കിയാണ് അവൾ അകത്തേക്ക് കയറിയത്. ചായയുടെ കപ്പ് ടേബിളിൽ വെച്ച് അവൾ ബെഡിനടുത്തേക്ക് നീങ്ങി നിന്നു. ഒരു ഷോർട്സ് മാത്രം ധരിച്ച് കമിഴ്ന്നു കിടക്കുകയായിരുന്നു ദർശൻ. അവൻ്റെ മുതുകത്തായി കാണുന്ന ടാറ്റുവിലേക്ക് അവൾ കൗതുകത്തോടെ നോക്കി നിന്നു. ഔൾ ആൻഡ് മൂൺ ടാറ്റു ആയിരുന്നു അത്. ദൈവമേ, ഈ ചെക്കൻ ഈ കിടപ്പ് കിടന്ന് എൻ്റെ കൺട്രോൾ കളയോ? കുറച്ചു നേരം നോക്കി നിന്നതിന് ശേഷം എളിയിൽ കയ്യും കുത്തി അഭിരാമി സ്വയം ചോദിച്ചു. അവൾ പതുക്കെ അവൻ്റെ തോളിലായി തട്ടി വിളിച്ചു. ദർശേട്ടാ, എഴുന്നേറ്റേ, എന്തോരം നേരായി? 1-2 തവണ വിളിച്ചപ്പോൾ അവനൊന്ന് മുരടനക്കിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. പതുക്കെ കണ്ണു തുറന്നു. മുൻപിൽ അഭിരാമിയെ കണ്ട് താൻ വല്ല സ്വപ്നവും കാണുന്നതാണോ എന്ന് കരുതി അവൻ കുറച്ചു നേരം നോക്കി നിന്നു. പിന്നെ പെട്ടെന്ന് സ്ഥലകാല ബോധം വന്നതുപോലെ ചാടി എഴുന്നേറ്റു. നീ എന്താ ഇവിടെ? നീ എപ്പോൾ വന്നു? അവൻ വെപ്രാളത്തോടെ തിരക്കി. ഞാൻ വന്നിട്ട് കുറേ നേരമായി. താഴത്ത് കാണാതായപ്പോൾ ഞാൻ ചായ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു. നിന്നോടാരാ ചായ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? എനിക്ക് കുടിക്കാൻ തോന്നുമ്പോൾ ഞാൻ താഴെ ഇറങ്ങി വന്ന് കുടിക്കും. അതാ ഞാൻ ചെയ്യാറ്, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ചൂടാവാതെ മാഷേ, ഞാനിവിടെ കയറി കിടക്കാനൊന്നും വന്നതല്ല. ഇവിടെ വന്നപ്പോൾ ഒന്ന് കാണാൻ തോന്നി. ചോദിച്ചപ്പോൾ പറഞ്ഞു ഉറങ്ങാണെന്ന്. എന്നാ പിന്നെ ചായ കൊണ്ടുവന്ന് ഉണർത്താന്ന് ഞാൻ വിചാരിച്ചു. ചായയുമായി വന്ന് ഉണർത്താൻ നീ ആരാ? എൻ്റെ ഭാര്യയാണോ? പെട്ടെന്നൊരാവേശത്തിൽ ചോദിച്ചു പോയതാണ് ദർശൻ. പക്ഷേ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അബദ്ധം പറ്റിയെന്ന് അവന് മനസ്സിലായത്. അവൻ്റെ ചോദ്യം കേട്ട് അഭിരാമിക്കും ഒരു നിമിഷം എന്താ പറയേണ്ടതെന്ന് അറിയാതെയായി. നോട്ടങ്ങൾ തമ്മിലിടഞ്ഞപ്പോൾ 2 പേരും മുഖം തിരിച്ചു. പിന്നെ രംഗമൊന്ന് ശാന്തമാക്കാൻ അഭിരാമി തന്നെ മുൻകൈയെടുത്തു. ആ പിന്നെ, ഞാൻ വന്നത് നന്നായി. എനിക്ക് പകരം കല്ലുവാണ് വന്നിരുന്നെങ്കിൽ ഈ കോലവും ആ കിടപ്പുമൊക്കെ ആ കുട്ടി കണ്ടാലുള്ള അവസ്ഥ. അഭിരാമി മുഖമൊക്കെ കുടഞ്ഞുകൊണ്ട് ആ രംഗം മനസ്സിൽ ഓർത്തെടുത്തതുപോലെ ഒരു ഭാവം കാണിച്ചപ്പോൾ ദർശനാകെ ചമ്മലായി. സ്വന്തം മുറിയാണെന്നുള്ളതൊക്കെ ശരി തന്നെ, പക്ഷേ ഒരു നാണമൊക്കെ വേണ്ടേ? ഇങ്ങനെയൊക്കെയാണോ കിടന്നുറങ്ങുന്നത്? ഇതിപ്പോൾ ഞാൻ കണ്ടതുകൊണ്ട് കുഴപ്പമില്ല, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ? വേറെ ആര് കണ്ടാലും എനിക്ക് കുഴപ്പമില്ല, നീ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് കുഴപ്പം. ഇപ്പോൾ ഞാൻ കണ്ടതായോ കുഴപ്പം? ആ അതെ, എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ മുറിയിലോട്ട് കയറി വന്നിട്ടല്ലേ? ഇനി മേലാൽ ഇങ്ങനെ ഉണ്ടായാലുണ്ടല്ലോ. ഷെടാ, ഇതിപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ കയറി വന്നു, ഇനിയിപ്പോൾ അത് മായ്ച്ചു കളയാനൊന്നും പറ്റില്ലല്ലോ. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ കിടന്നുറങ്ങുമ്പോൾ ദർശേട്ടനും എന്നോട് സമ്മതം ചോദിക്കാതെ മുറിയിലേക്ക് കയറി വന്നു. അപ്പോൾ ഈക്വൽ ആയില്ലേ? അനാവശ്യം പറയാതെ ഇറങ്ങിപ്പോടി, ദർശൻ വലിയ ഉച്ചയോടെ പറഞ്ഞു. ഇത്ര ചൂടാവുന്നത് എന്തിനാ? ബെഡ്റൂമിലോട്ടല്ലേ കയറി വരാൻ പറഞ്ഞത്, അല്ലാതെ ബാത്റൂമിലേക്കൊന്നും അല്ലല്ലോ. അവൻ്റെ മുഖത്തേക്കൊന്ന് പാളി നോക്കിക്കൊണ്ട് അഭിരാമി ചോദിച്ചു. ഡി, ഞാൻ പോയി. കട്ടിലിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ദർശൻ അലറുന്നത് കണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് അഭിരാമി ഓടി. ഈ പെണ്ണ്! അവൾ പോയി കഴിഞ്ഞെന്ന് ഉറപ്പായപ്പോൾ അത്രയും നേരമുണ്ടായിരുന്ന മുഖത്തെ ദേഷ്യം മാറി ചിരിയോടെ അവൻ പറഞ്ഞു. അവൻ്റെ മുഖത്തപ്പോൾ നാണമോ കുസൃതിയോ ഒക്കെ നിറഞ്ഞു നിന്നിരുന്നു. അല്ല, നിന്റെ കുളിയൊക്കെ കഴിഞ്ഞോ? ദർശൻ്റെ മുറിയിൽ നിന്നും നേരെ ദേവിക്കരികിലേക്കാണ് അഭിരാമി വന്നത്. 'കഴിഞ്ഞു', ചെറുതായൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ദേവി മറുപടി കൊടുത്തു.
ഇന്ന് വിച്ചുവേട്ടനും അമ്മയും വർഷയുമൊക്കെ വരുന്ന വിവരം നീ അറിഞ്ഞില്ലായിരുന്നോ? അറിഞ്ഞല്ലോ. അച്ഛനും ഏട്ടനുമൊക്കെ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ആ വിവരം. എന്നിട്ടെന്താ നീ റെഡിയാവാതെ നിൽക്കുന്നത്? അവർ കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ എത്തും. ഞാൻ റെഡിയായല്ലോ. ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ. അയ്യേ, നീ ഈ ഡ്രസ്സ് ഇട്ടാണോ അവർക്ക് മുന്നിൽ നിൽക്കാൻ പോണത്? എന്താ കുഴപ്പം ഈ ഡ്രസ്സിന്? അത് പിന്നെ ഈ ഡ്രസ്സിന് കുഴപ്പമില്ല. എന്നാലും വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ കുറച്ച് നല്ല ഡ്രസ്സിട്ട് നിൽക്കണ്ടേ? ഞാൻ എടുത്തു തരാം നിനക്ക്. ഇത് മതി ആമി. അവരെന്നെ കാണാനൊന്നും അല്ലല്ലോ വരുന്നത്. അതെന്താ അവർ വരുമ്പോൾ നീ മാഞ്ഞു പോകുമോ കാണാതിരിക്കാൻ? അതല്ല, അവര് ചേട്ടനും അച്ഛനും ദർശേട്ടനും തമ്മിലുള്ള പരിചയം വെച്ച് വരുന്നതല്ലേ. അതിനിപ്പോൾ ഞാൻ ഒരുങ്ങി നിൽക്കുന്നത് എന്തിനാടി? വേണമല്ലോ. ലതാമ്മയ്ക്ക് പെൺകുട്ടികൾ ഒരുങ്ങി നടക്കുന്നത് കാണാനാ ഇഷ്ടം. ദേവി സംശയത്തോടെ ആമിയെ നോക്കി. ലതാമ്മ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആരാണെന്ന് പിടികിട്ടിയില്ല. വിച്ചുവേട്ടൻ്റെ അമ്മയാ. ഞാൻ ലതാമ്മ എന്നാ വിളിക്കുന്നത്. നിനക്ക് അവരായിട്ടൊക്കെ നല്ല പരിചയമാണെന്ന് ഏട്ടൻ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ നിനക്ക് പരിചയപ്പെടാലോ. ഒരു പാവ ആ അമ്മ. പെൺകുട്ടികളെ വലിയ ഇഷ്ടാ. വർഷമോളും പാവം കുട്ടി തന്നെയാണ്. നോക്കിക്കോ, പരിചയപ്പെടുമ്പോൾ നിനക്കും അവരെ ഒരുപാട് ഇഷ്ടാവും. ദേവി ഒരു പുഞ്ചിരി മാത്രം നൽകി അതിനുള്ള മറുപടിയായി. എന്നാ പിന്നെ സമയം കളയണ്ട, നീ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ. വസ്ത്രം മാറി വന്ന ദേവിയെ ആമി തന്നെ മിതമായ രീതിയിൽ ഒരുക്കി കൊടുത്തു. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ദേവിയെ ഒരിക്കൽ കൂടി നോക്കി ആമി സ്വയം തൃപ്തിപ്പെട്ടു. ദേവിയെ നോക്കി സൂപ്പറായിട്ടുണ്ടെന്ന് കൈകൊണ്ട് ആംഗ്യവും കാണിച്ചു. അയ്യോ ആമി, എനിക്ക് എന്തോ പോലെ. ഞാനിത് മാറട്ടെ. നേരത്തെ തന്നെ ഇട്ടത് തന്നെ മതിയായിരുന്നു. കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ട് ഒരു ചമ്മലോടെ ദേവി പറഞ്ഞു. അതിന് ഞാൻ കൂടുതലായിട്ടൊന്നും ചെയ്തില്ലല്ലോ. കമ്മലൊന്ന് മാറ്റി, ചെറുതായിട്ട് മുഖത്ത് മോയ്സ്ചറൈസർ പുരട്ടി, ഒരു പൊട്ടും വെച്ച് തന്നു, അത്രയല്ലേ ഉള്ളൂ. എന്നാലും ഞാനിപ്പോൾ ഇങ്ങനെയൊന്നും റെഡിയാവാറില്ല. എനിക്ക് എന്തോ പോലെ. ഒന്നുമില്ല, നീ വാ, എനിക്ക് പോണം. ആമി ദേവിയെ ബലമായി പിടിച്ചു വലിച്ച് നടന്നുകൊണ്ട് പറഞ്ഞു. പോകാനോ? ഭക്ഷണം കഴിച്ചിട്ട് പോകാടി. ഇല്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ ഇറങ്ങും. ദേവിയും മാമിയും താഴേക്കിറങ്ങി ചെല്ലുമ്പോൾ രാധികയും ദർശനും ഹരിദാസും അവിടെ താഴെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ദേവിയെ നോക്കിയ 3 കണ്ണുകളിലും പ്രത്യേക തിളക്കം കണ്ട് ദേവിക്കാകെ ചമ്മലായി. പിന്നെ ഈ പെണ്ണിൻ്റെ പണിയാ. വീട്ടിൽ ആളൊക്കെ വരുമ്പോൾ ഒരുങ്ങി നിൽക്കണമെന്ന് പറഞ്ഞ്. ദേവി പറഞ്ഞു മുഴുവിപ്പിക്കാതെ തല കുമ്പിട്ട് നിന്നു. രാധിക ആമിയെന്ന് നോക്കി. ആ നോട്ടത്തിൽ ദേഷ്യം ഒട്ടുമില്ലായിരുന്നു. ആമിമോള് പറഞ്ഞതാ ശരി. ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പോൾ നന്നായി തന്നെ നിൽക്കണ്ടേ? ഹരിദാസ് അതിനുള്ള മറുപടി കൊടുത്തു. എന്നാ വാ, അവർ വരുന്നതിന് മുൻപ് നമുക്ക് ഭക്ഷണം കഴിക്കാം, രാധിക പറഞ്ഞു. ആമിയെ പ്രത്യേകമായി ക്ഷണിച്ചില്ലെങ്കിലും അവർ ആമിയെ കൂടി നോക്കി. എന്നാ ശരി, നിങ്ങൾ കഴിക്ക്, ഞാൻ ഇറങ്ങാം. അതെന്താ മോളെ ഭക്ഷണം കഴിക്കാതെ പോകുന്നത്? എനിക്ക് കുറച്ച് തിരക്കുണ്ട് അച്ഛാ. ദേവിയെ കണ്ട സന്തോഷത്തോടു കൂടി നിന്നിരുന്ന ദർശൻ്റെ മുഖവും അത് കേട്ടപ്പോൾ ഒന്ന് വാടി. ബിച്ചുവും കുടുംബവും പോകുന്നതുവരെ ആമിയും അവർക്കൊപ്പം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അവനുണ്ടായിരുന്നു. ആമിയെ യാത്രയാക്കാനായി ദേവി പുറത്തേക്കിറങ്ങിയപ്പോൾ തൊട്ട് പുറകിലായി ദർശനും രാധികയും ഹരിദാസും അവർക്കൊപ്പം പോന്നു. തന്നെ നോക്കി നിൽക്കുന്നവരെ നോക്കി വരട്ടെ എന്ന് പറഞ്ഞ് ആമി തൻ്റെ സ്കൂട്ടറുമായി പാഞ്ഞു. ആമിയുടെ വണ്ടി ചിറ്റയെടുത്ത് നിന്ന് പോയ നിമിഷത്തിൽ തന്നെ ഒരു കാറ് അകത്തേക്ക് വന്നു.